ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയ യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ എവിടെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ കുറേ കൂട്ടുകാർ എനിക്ക് വേണ്ടി ദുആ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് ഇതൊക്കെ അറിയുമ്പോൾ, ഇങ്ങനെ കമൻസൊക്കെ കാണുമ്പോൾ. സത്യം എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഇതൊക്കെ എന്നെ ഇങ്ങനെ പ്രചോദിപ്പിക്കുകയാണ്, ഇൻസ്പയർ ചെയ്തെടുക്കുകയാണ് എന്നെ. അൽഹംദുലില്ലാ. അപ്പോൾ എൻ്റെ ഒരുപാട് സന്തോഷവും സ്നേഹവും ഞാൻ പിന്നെ അറിയിക്കുകയാണ്. ഞാൻ ഇങ്ങനെ എപ്പോഴും അറിയിക്കും കേട്ടോ. അത് എനിക്കത് ഭയങ്കര അത്രയും എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ എൻ്റെ വയ്യായികയൊക്കെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെയൊക്കെ പോയി വീണ്ടും കണ്ടു. ബ്ലഡും യൂറിനും ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡിലെ ഇൻഫെക്ഷൻ ഒരുപാട് കുറവുണ്ട്. അപ്പോൾ ഇനി കുറച്ച് 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് കുറയുമായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂറിനിലെ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി. അതിനുമൊക്കെ ഡോക്ടർ മരുന്നൊക്കെ തന്നു. അപ്പോൾ വലിയ ടെൻഷനില്ല, ഒരുവിധം കുറവായി. ഇങ്ങനെ പെട്ടെന്നാണ് തീരുമാനിച്ചത് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണം എന്ന്. യാത്ര എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് മനസ്സിന് ഭയങ്കര സമാധാനവും ഒരു സന്തോഷവും ഒക്കെ തരും. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലമാണ് തെന്മല. ഒരുപാട് നാളായി തെന്മലയിൽ പോയിട്ട്. അങ്ങനെ നമ്മൾ നേരെ ആദ്യം പോയത് ബോട്ടിങ്ങിനാണ് തെന്മല. അപ്പോൾ അവിടെയാണെങ്കിൽ ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, പിന്നെ കുട്ടവഞ്ചി, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ബോട്ടിങ്ങാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും കുട്ടവഞ്ചിയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ കുട്ടവഞ്ചിയിൽ കയറാൻ തീരുമാനിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെപ്പോലെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ കാഴ്ചകൾ കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 4 പേരും കൂടി കുട്ടവഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഭയങ്കര ഒരു സന്തോഷം, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും ഒരു മെൻ്റലി ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയത് ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കാണ്. അപ്പോൾ അവിടെ ഒരുപാട് മങ്കീസും അതുപോലെ തന്നെ ഒരുപാട് മാനുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മളിങ്ങനെ അടുത്ത് കണ്ട് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ സാധാരണ സൂവിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, എന്നാലും ഇത് കുറച്ചും കൂടി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിന് നമ്മളിങ്ങനെ പച്ചിലേക്ക് പറിച്ച് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കുമ്പോൾ അത് വന്ന് കഴിക്കുന്നു. അതുമാത്രമല്ല, ഈ മാനുകളൊക്കെ ഭയങ്കര പാവങ്ങളാണല്ലോ, അപ്പോൾ നമുക്ക് പേടിക്കുകയും വേണ്ട. അപ്പോൾ അത്രയും ഹാപ്പി, നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു അവിടെയും.
താമസിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ അധികം എല്ലായിടത്തും ഒന്നും പോകാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. 6 മണിയാകുമ്പോൾ തന്നെ അവിടുത്തെ സമയം കഴിയാണ്, അവിടെ അപ്പോൾ ക്ലോസ് ചെയ്യാനില്ല എല്ലാം. അതുകൊണ്ട് തന്നെ ഡാമിലൊന്നും പോകാനോ ഒന്നും നമുക്ക് പറ്റിയില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ആ കിട്ടിയ കുറച്ച് സമയമുണ്ടല്ലോ, അതായത് ഒരു 4 to 6 മണി, ആ ഒരു 2 മണിക്കൂർ തെന്മലയിൽ നമ്മൾ ആ ചിലവഴിച്ച 2 മണിക്കൂർ നമുക്കത് ഭയങ്കര മൈൻഡ് റിലാക്സേഷൻ തരുന്ന ഒന്ന് തന്നെയായിരുന്നു. ഞാൻ ഭയങ്കര എനർജറ്റിക്കായിട്ടൊക്കെ എനിക്ക് തോന്നി, അത്രയും ഒരു ഫീലായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ, അപ്പോൾ ഇനിയും ഇതുപോലുള്ള യാത്രകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.